ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതുമാണ്. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് എത്രത്തോളം നമുക്ക് റെഡിയാക്കി എടുക്കണോ അത്രത്തോളം ബ്രെഡ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാം. ഞാനിവിടെ 4-5 പീസ് ബ്രെഡും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലോട്ട് കുറച്ച് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് അതിൻ്റെ മേലെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തത് മുഴുവനും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കുക്കാക്കി മാറ്റി വയ്ക്കുക. ഉരുളക്കിഴങ്ങൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത ശേഷം പിന്നെ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ മൈദമാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച കുത്തൊക്കെ പോയ ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ആ കട്ടയൊക്കെ ഒന്ന് അലിയിച്ചെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും ചില്ലി ഫ്ലെക്സൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ മൈദ കട്ട പിടിച്ചതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളകും ചില്ലി ഫ്ലെക്സും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ടൈറ്റായി കുറുകിപ്പോവും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കട്ടയൊന്നുമില്ലാതെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഞാനിതിൽ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ സ്കിപ്പായി പോയതാണ്. പിന്നെ നിങ്ങൾക്ക് ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം റെഡിയാണ്. ഇനി നമ്മൾ ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിലേക്ക് എല്ലാ വശത്തായിട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തെടുക്കുകയും കൂടി ചെയ്താൽ പിന്നെ സംഭവം റെഡിയാണ്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടോടെ തന്നെ കഴിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നുക. അപ്പം ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സിമ്പിളും ഒരു വെറൈറ്റി ടേസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്രെഡ് പൊട്ടറ്റോ ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.